താരസംഘടന എഎംഎമ്മയിൽ തർക്കവും വിവാദങ്ങളും കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ തനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ പങ്കുവച്ച മാധ്യമപ്രവർത്തകൻ ടിനി ടോമിന് എതിരെ വന്ന മതം കലർത്തിയ ആരോപണം വിവാദം നിറംപിടിപ്പിക്കാൻ ആരോ ചിലർ ഒളിപ്പിച്ച പണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷാജൻ സക്രിയുടെ വാക്കുകളോടെ തുടർന്ന് വായിക്കാം. മലയാള സിനിമാ ലോകത്ത് വലിയ പൊൻപേര് നടക്കുന്നു. നടീനടന്മാർ മൂന്നായി തിരിഞ്ഞു നിൽക്കുന്നു. അമ്മയുടെ പ്രസിഡന്റ് സേതാമേനോൻ ഒരു വശത്തും സെക്രട്ടറി കുക്കു പരമേശ്വരൻ മറ്റു വശത്തുമാണ്. ഇതിനിടയിൽ അൻസിബ, മാലാപാർവതി, നീനാക്കുറുപ്പുമുണ്ട്. ഇവരൊക്കെ ഒരു പൊതു വില്ലത്തിനായി ടിനി ടോമുമുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് വ്യത്യസ്തമായ വാർത്തകളാണ്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പുറത്തു വന്ന വാർത്തകൾ വിശ്വസിക്കാനെങ്കിൽ ടിനി ടോം വില്ലനായി തന്നെ നിർത്താം. ഒരു വില്ലനെ സംരക്ഷിക്കുന്ന ആളെന്ന നിലയിൽ ശ്വേതാമനെയും വിമർശിക്കാം. ഇരയായ അൻസിബ ഹസനെയും പിന്തുണയ്ക്കുന്ന നീന കുറുപ്പിനെയും പിന്തുണയ്ക്കാം. ഇന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ലൈൻ. കാരണം ടിനി ടോം എന്ന നടൻ ഒരു നടിയോട് ജാതിയും മതവും ഒക്കെ പറയുക, അതും പ്രത്യേകിച്ച് ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന ആളല്ല അൻസിബ ഹസൻ. അവരോട് ജിഹാദി എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുമ്പോൾ വളരെ ആദരവും ബഹുമാനവും തോന്നിയിട്ടുള്ള നടൻ കൂടിയാണ് നീനക്കുറുപ്പ്. നീനയും അൻസിബയും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗം തന്നെ ശരിയാണെന്ന് ഞാനും വിശ്വസിച്ചു. ഇപ്പോൾ സിനിമാക്കാർക്കിടയിൽ പോര് വ്യാപിച്ചിരിക്കുന്നു. പോലീസ് ഇടപെട്ടിരിക്കുന്നു. അതിനാൽ ഇതിനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. ഈ വിഷയത്തിൽ എല്ലാ വശത്തുമുള്ള നടീനടന്മാരോടും ഞാൻ വിശദമായി സംസാരിച്ചു. ഒഴിവാക്കാമായിരുന്ന ചില പ്രശ്നങ്ങൾ ചിലർ ചേർന്ന് വഷളാക്കി ചില അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഇരകളാണ് സിനിമാ ലോകം. സിനിമാ താരങ്ങൾക്കിടയിൽ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഭിന്നതയുണ്ടാകുക, പരദൂഷണം പറയുക, പോലീസ് സ്റ്റേഷനിൽ പോവുക എന്നതൊക്കെ സിനിമാ മേഖലയിലും സിനിമാക്കാരോടുമുള്ള മനുഷ്യന്റെ ഇഷ്ടം നഷ്ടപ്പെടും. അൻസിബ ഹസൻ എതിരാളികളില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജയിച്ചു വന്ന ആളാണ്. അമ്മയിലെ സീനിയർ കമ്മിറ്റി മെമ്പറാണ് ടിനി. അൻസിബയുടെ എതിരെ സരയു സംസാരിച്ചപ്പോൾ അവരെ അതിൽ നിന്ന് പിൻവലിപ്പിച്ച് അൻസിബയെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാൻ മുൻകൈ എടുത്തതും ടിനി ടോമായിരുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ടിനിക്കെതിരെ പരാതി ഉയർന്നിട്ടില്ല. അതേസമയം ടിനിയുടെ കയ്യിൽ ചില വെകിളിത്തരങ്ങളുണ്ടെന്ന് പറയാതെ വയ്യ. നാക്കിന് ലൈസൻസുമില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അൻസിബയുടെ DNA ശരിയല്ലെന്ന് ടിനി പറഞ്ഞതെന്ന് ശരിയാണ്. അതുപോലെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തരികിട സാബുവും അൻസിബയും തമ്മിൽ സംഭാഷണമുണ്ടായി. സാബുവിന്റെ ഉപദേശപ്രകാരമാണ് രാജിവെച്ചെന്ന സംഭവത്തിൽ പരാതിയുമായി അൻസിബ വരുന്നത് എന്നാണ് സൂചന.